എല്ലാവർക്കും എൻ്റെ ഹരേ കൃഷ്ണ ചാനലിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്, എൻ്റെ വീഡിയോയിലൂടെ ഇന്ന് ഞാൻ നോക്കാൻ പോകുന്നത്, അതായത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ശത്രു ആര് എന്നാണ്. അതുപോലെ നിങ്ങളും നിങ്ങളുടെ വ്യക്തിയുമായിട്ട് ഇപ്പോൾ അകന്നു കഴിയുകയായിരിക്കും. നിങ്ങൾക്കിടയിൽ അതായത് പ്രശ്നങ്ങൾ ഉണ്ടാക്കാനായിട്ട് ആരെങ്കിലും മനഃപൂർവ്വം ശ്രമിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അത് ആരാണ് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഞാൻ ഒരു കാര്യം കൂടെ നിങ്ങളുടെ അടുത്ത് പറയുകയാണ്, ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അതുകൊണ്ട് തന്നെ ഞാനിവിടെ പറയുന്ന എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും ഒരുപോലെ റെസണേറ്റ് ആവണമെന്നില്ല. അതുകൊണ്ട് നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ വിട്ടുകളയണം എന്നുകൂടി ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു. അതുപോലെ ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും റെസണേറ്റ് ആവില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ലൈഫിലേക്ക് ഒരിക്കലും, നമ്മളുമായിട്ട് ബാധകമല്ലാത്ത കാര്യങ്ങൾ നമ്മുടെ ലൈഫിലേക്ക് ഒരിക്കലും അട്രാക്റ്റ് ചെയ്യാതിരിക്കുക എന്നുകൂടി നിങ്ങളുടെ അടുത്ത് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. അതുപോലെ ഇതൊരു ജെൻഡർലെസ് അതുപോലെ ടൈംലെസ് കളക്റ്റീവ് റീഡിംഗ് ആണ്. ഇത് നിങ്ങൾ എപ്പോഴാണോ കാണുന്നത് ആ ഒരു സമയത്ത് തന്നെ നിങ്ങൾക്കിത് വാലിഡ് ആവുന്നതാണ്. ഇത് ഏത് ജെൻഡറിൽപ്പെട്ട വ്യക്തികൾക്കും ഏത് സമയത്തും കാണാവുന്ന ഒരു വീഡിയോ ആണ്. അതുപോലെ ഇത് എപ്പോഴാണോ നിങ്ങൾ കാണുന്നത്, ഈ ഒരു വീഡിയോ നിങ്ങളുടെ കാണുന്നത് തന്നെ ഇതൊരു യാദൃശ്ചികമല്ല എന്നും കൂടി പറഞ്ഞു തരാം. കാര്യം അതിനൊരു കാരണമുണ്ടെന്നും കൂടി നിങ്ങൾ മനസ്സിലാക്കുക. അതുപോലെ തന്നെ വീഡിയോ മുഴുവനായിട്ട് കാണാനായിട്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോഴാണ് നിങ്ങൾക്കിത് കംപ്ലീറ്റ് ആയിട്ട് റെസണേറ്റ് ആയി കിട്ടുന്നത്. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോയാലോ. അപ്പോൾ ആരാണ് നിങ്ങളുടെ ശത്രു, അല്ലെങ്കിൽ നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ പിരിഞ്ഞിരിക്കുന്നതിന് കാരണക്കാരായിട്ടുള്ളവരാരാണ്, അല്ലെങ്കിൽ ആരുടെയെങ്കിലും കറുത്ത കരങ്ങൾ അതിന് പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ടോ എന്നാണ് നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. ഇനി ആർക്കെങ്കിലും സ്വന്തം വിവരങ്ങൾ, അതായത് കംപ്ലീറ്റ് ആയിട്ട് റെസണേറ്റ് ആവുന്ന റീഡിംഗ് അറിയണമെങ്കിൽ, അതായത് വ്യക്തിഗതമായിട്ടുള്ള റീഡിംഗ് വേണമെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ പേഴ്സണൽ റീഡിംഗ്, അതാണ് ഇൻഡെപ്ത് റീഡിംഗ്, നിങ്ങൾക്ക് മാത്രമായുള്ള റീഡിംഗ് അതാണ്. ആ ഒരു അതിനെപ്പറ്റി നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ വീഡിയോടൊപ്പം ചേർത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. പേഴ്സണൽ റീഡിംഗ് ആയിട്ട് അതിൻ്റെ വിവരങ്ങളൊക്കെ അറിയാൻ സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പം നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. ആരാണ് നിങ്ങളെയും നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ പിരിച്ചത് എന്നാണ് നോക്കാനായിട്ട് പോകുന്നത്. യെസ് രണ്ട് കാർഡ് ഒരുമിച്ച് വന്നു. കാർഡുകൾ എടുക്കുമ്പം നിങ്ങളിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് വളരെ ഒരു ദുർഘടമായിട്ടുള്ള സാഹചര്യത്തിലൂടെയാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട ഇത് കാണുന്ന എൻ്റെ സുഹൃത്തുക്കൾ ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന വളരെ ഒരു പെയിൻഫുൾ സിറ്റുവേഷനിലൂടെയാണെന്ന് മനസ്സിലാക്കാൻ എനിക്ക് സാധിക്കുന്നുണ്ട്. അതായത് ഇവിടെ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്, ഒരു സ്ത്രീയുടെ ശക്തയായ ഒരു സ്ത്രീയുടെ ഇടപെടൽ നിങ്ങളുടെ ബന്ധം തകർക്കാനായിട്ട് കാരണമായിട്ടുണ്ട്. ആ ഒരു സ്ത്രീ എന്ന് പറയുന്നത് നിങ്ങൾക്ക് വളരെ പരിചയമുള്ളൊരു വ്യക്തിയാണ്. അവരിടപെട്ടാണ് നിങ്ങളുടെ ബന്ധം. കാര്യം ഇവിടെ ഒരു ക്യൂനോസോഡിൻ്റെ എനർജി വന്നിട്ടുണ്ട്. അതായത് ഒരു തന്ത്രശാലിയായിട്ടുള്ളൊരു ലേഡി, ഒരു കണ്ണിച്ചോരയില്ലാത്തൊരു വ്യക്തി. അതായത് ഇപ്പം നിങ്ങൾ തമ്മിൽ ലവേഴ്സ് ആയിരിക്കും, നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ. അപ്പം അല്ലെങ്കിൽ നിങ്ങൾ ഭാര്യയും ഭർത്താവുമായിരിക്കും. നിങ്ങൾക്കിടയിലേക്ക് ഒരു ശക്തയായ ഒരു സ്ത്രീ കടന്നു വന്നിട്ടുണ്ട് നിങ്ങളുടെ ബന്ധത്തിനിടയിലേക്ക്. അവർ വളരെ ഈ ബ്ലാക്ക് മാജിക് അതുപോലെ ദുർമന്ത്രവാദങ്ങളൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ മുമ്പ് ഇങ്ങനത്തെ തന്നെ റീഡിങ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ അല്ല, വേറെ ഒരു പതിപ്പായിട്ടാണ് കാണിക്കുന്നത്. ഈ ഒരു ലേഡിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് നിങ്ങളുടെ ബന്ധത്തിലുള്ളൊരു വ്യക്തി തന്നെയാണ്. ഇത് പുറത്തു നിന്നുള്ളൊരു വ്യക്തി ആവാനുള്ള സാധ്യത കുറവാണ്. ഇപ്പോൾ ഇവിടെ ഒരു തേർഡ് പാർട്ടിയായിട്ട് നിങ്ങളെയും നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ അകറ്റിയത് ഈ ഒരു ലേഡിയുടെ കുതന്ത്രങ്ങളാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ ഈ ഒരു ലേഡി വ്യക്തമായിട്ടുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് മുന്നോട്ട് പോകുന്നത്. അതായത് നിങ്ങളെ തകർക്കുക എന്നാണ് അവരുടെ പ്രധാന ഉദ്ദേശം. അതാണ് ഈ ഒരു സമയത്ത് ഇത് കാണുന്ന എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ വളരെ ഒരു തകർന്ന അവസ്ഥയിലിരിക്കുന്ന ഒരു സിറ്റുവേഷനായിട്ട് കാണുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് വേണ്ടിയാണ് ഈ റീഡിങ് വന്നത്. ഇതൊരു പേഴ്സണൽ റീഡിംഗ് ആയിട്ട് തന്നെ നിങ്ങൾക്കിത് കൂട്ടാവുന്നതാണ്. കാര്യം നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ലോ ആണ്. നിങ്ങളിപ്പം കരഞ്ഞ് തളർന്ന് മാനസികമായിട്ട് ആകെപ്പാടെ ഒറ്റപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തികളാണ് ഈ എൻ്റെ റീഡിങ് കാണുന്ന പ്രിയ സുഹൃത്തുക്കൾ.
അപ്പോൾ നിങ്ങൾ ഉറപ്പിച്ചുകൊള്ളൂ സുഹൃത്തുക്കളെ, നിങ്ങൾക്കിടയിൽ പ്രതിസന്ധികളും പ്രശ്നങ്ങളും സൃഷ്ടിച്ചത് ഒരു സ്ത്രീ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. ഒരു കരുത്തുറ്റ, അതായത് ആ ഒരു ലേഡിയുടെ പ്രത്യേകത, അവർ വികാരങ്ങളെ ഒട്ടും മാനിക്കാത്തതാണ്. മറ്റുള്ളവരുടെ ഇമോഷൻസിനൊന്നും ഒരു വാല്യൂയും കൊടുക്കാത്തൊരു ലേഡിയാണ് നിങ്ങൾക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. അതുപോലെ അവർ വളരെ തന്ത്രശാലിയായിട്ടുള്ള ലേഡിയാണ്, ബുദ്ധിമതിയാണ്. ആ ഒരു അതിബുദ്ധി ഇവിടെ പ്രവർത്തിച്ചതായിട്ട് കാണിക്കുന്നുണ്ട്. നിങ്ങളുടെ ബന്ധം തകരാനായിട്ട് ഇവരുടെ അതിബുദ്ധി ഇവിടെ പ്രവർത്തിച്ചതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ ഇവിടെ ഒരു ക്യൂൻ ഓഫ് ഫാൻസിൻ്റെ എനർജി വന്നിട്ടുണ്ട്. അവർ നിങ്ങളോട് വളരെ സ്നേഹത്തോടു കൂടി നിന്നൊരു ലേഡിയാണ്. അതായത് ഈ ഒരു ലേഡിയെക്കുറിച്ച് ഒരിക്കലും നിങ്ങൾക്ക് തോന്നില്ല ഇവരിങ്ങനെ ചെയ്യുമോ എന്ന്. കാര്യം ഇവർ നിങ്ങളുടെ അടുത്ത് വളരെ സ്നേഹമാണ്, വളരെ കെയറിങ് ഒക്കെ ചെയ്ത്, അതായത് സ്വന്തം മോളെ പോലെ അല്ലെങ്കിൽ സ്വന്തം ഒരു അനുജത്തിയെപ്പോലെ അല്ലെങ്കിൽ സ്വന്തം ഒരു ചേച്ചിയെപ്പോലെയൊക്കെ ആയിരിക്കും നിങ്ങളോട് അടുത്ത് നിന്നത്. പക്ഷെ നിങ്ങൾ തന്നെ ഞെട്ടിപ്പോയിട്ടുണ്ടാകും, ഇവരാണോ ഇത് ചെയ്തത്? പലർക്കും മനസ്സിലായിട്ടുണ്ട്, ഈ റീഡിങ് കാണുന്ന എൻ്റെ പ്രിയ സുഹൃത്തുക്കൾക്കൊക്കെ മനസ്സിലായിട്ടുണ്ട് ആരാണ് അവരെന്ന്. കാര്യം നിങ്ങളുടെ ജീവിതമായിട്ട് വളരെ കണക്റ്റഡ് ആയിട്ടുള്ളൊരു വ്യക്തിയാണിത്. ഇതൊരു ഔട്ട്സൈഡർ ആയിട്ടുള്ളൊരു വ്യക്തി, അതായത് നിങ്ങളുടെ ജീവിതത്തിന് വെളിയിലുള്ളൊരു വ്യക്തി ആവാനുള്ള സാധ്യത കുറവാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒരു ചെറിയൊരു എനർജി വരുന്നുണ്ട്. അത്രക്കാറ് ചെറിയ രീതിയിലുള്ളൊരു എനർജിയാണ് വരുന്നത്. ഒരു 80% ആളുകൾക്കും ഇത് നിങ്ങളുടെ ഫാമിലിയായിട്ട്, നിങ്ങളുടെ ബന്ധത്തിലുള്ള, അല്ലെങ്കിൽ നിങ്ങൾ വളരെ രക്തബന്ധമുള്ള, വളരെ അടുത്ത ബന്ധമുള്ള വ്യക്തികളാണ് ഈ ഒരു തേർഡ് പാർട്ടിയായിട്ട് ഇവിടെ നിലകൊള്ളുന്നത്. അവരുടെ പ്രധാന ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ കുടുംബജീവിതവും നിങ്ങളുടെ മനസ്സമാധാനവും തകരുക എന്നതാണ്. അതായത് ഇവിടെ മറ്റൊരു കാര്യം കൂടെ മനസ്സിലാക്കി തരുന്നുണ്ട്. ഇതൊരു ഫാമിലി ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ് ഇവർ. നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ ഒരു അമ്മയാകാനുള്ള സാധ്യതയുണ്ട്. അവരും ഒരു തേർഡ് പാർട്ടിയായിട്ട് നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവർ ഒരു സഹോദരി സ്ഥാനത്ത് നിൽക്കുന്ന ഒരു വ്യക്തി, ഇവരൊക്കെയാണ് ഇവിടെ ഒരു തേർഡ് പാർട്ടിയായിട്ട് നിൽക്കുന്നത്. അതായത് നിങ്ങളുടെ ജീവിതം ഏതാണ്ട് അവസാനിപ്പിച്ചതായിട്ട് കാണിക്കുന്നുണ്ട് ഇവരുടെ തന്ത്രപരമായിട്ടുള്ള നീക്കത്തിലൂടെ. അതായത് ഇവിടെ എല്ലാം സോഡ് എനർജിയാണ്. തീർച്ചയായിട്ടും നിങ്ങളിപ്പോൾ അനുഭവിക്കുന്ന സകല പ്രശ്നങ്ങൾക്കും കാരണക്കാരിയായത് ഈ ഒരു വ്യക്തിയായിട്ട് കാണുന്നുണ്ട്. ഈ ഒരു വ്യക്തിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ അവരെന്തും ചെയ്യാൻ മടിക്കാത്ത അത്ര ധൈര്യമുള്ളൊരു വ്യക്തിയാണ്. അതുപോലെ ബ്ലാക്ക് മാജിക് പോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് നല്ല വശമുള്ള വ്യക്തിയാണ്. പല കുടുംബങ്ങളും അല്ലെങ്കിൽ പല പ്രശ്നങ്ങളും, പല കുടുംബത്തിൽ പല പ്രശ്നങ്ങൾ ഈ ഒരു വ്യക്തി കാരണം ഉണ്ടായിട്ടുണ്ട് എന്നാണ് കാണുന്നത്. അതുപോലെ തന്നെ ഇവിടെ മറ്റൊരു എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നിങ്ങളുടെ ഹസ്ബൻഡിൻ്റെ അല്ലെങ്കിൽ നിങ്ങളുടെ ലവറുടെ ഒരു അമ്മയാവാനുള്ള സാധ്യത കാണുന്നുണ്ട്. അല്ലെങ്കിൽ അമ്മയുടെ സ്ഥാനത്ത് നിൽക്കുന്ന ഒരു വ്യക്തി ഒരു സഹോദരിയാകാനുള്ള ഒരു സാധ്യതയും കാണിക്കുന്നുണ്ട്. അവർ ഭയങ്കര കുരുട്ടുബുദ്ധി എന്നൊക്കെ പറയത്തില്ല, അങ്ങനെയുള്ള ഒരു വ്യക്തിയായിട്ട് കാണുന്നുണ്ട്. കാര്യം അവരാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ പ്രതിസന്ധി സൃഷ്ടിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാണ് കാണുന്നത്. കാര്യം ആ ഒരു വ്യക്തി കാരണമാണ് നിങ്ങളിപ്പോൾ ഒരു 4 ഓഫ് സോഡിൻ്റെ എനർജി വന്നത്. അതായത് ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കും നിങ്ങളിപ്പോൾ വളരെ ഒരു സ്റ്റാഗ്നൻ്റ് ആണ് നിങ്ങളുടെ ജീവിതം ഇപ്പോൾ മുന്നോട്ട് പോകാത്തൊരവസ്ഥയിലാണ്. നിങ്ങൾ ഇപ്പം ഒരു കുടുക്കിൽപ്പെട്ട് കിടക്കുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളെ ബ്ലാക്ക് മാജിക് ചെയ്ത് നിങ്ങളെ തളർത്തുന്നതായിട്ടും അതുപോലെ തന്നെ നിങ്ങളെ ജീവിക്കാൻ അനുവദിക്കാത്ത രീതിയിൽ നിങ്ങൾക്കെതിരെ പല കരുക്കൾ നീക്കുന്നതായിട്ടും കാണുന്നുണ്ട്. നിങ്ങളെക്കുറിച്ച് അവിഖ്യാതികൾ വരുത്തുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ മാനസികമായിട്ടും തകർക്കാനായിട്ട് പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതിനായിട്ട് ഇവർ ബ്ലാക്ക് മാജിക് ചെയ്യുന്നുകൊണ്ട് തന്നെയാണ് കാണിക്കുന്നത്. അതുപോലെ ഇവർ കുടുംബത്തിനുള്ളൊരു വ്യക്തി തന്നെയാണ്, അകത്തുള്ളൊരു വ്യക്തി തന്നെയാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇവർക്ക് നിങ്ങളോട് കൊടിയ രീതിയിലുള്ള പകയുള്ളതായിട്ട് കാണിക്കുന്നുണ്ട്. നിങ്ങൾ വിചാരിക്കും ഇവർ ഭയങ്കര സ്നേഹമുള്ളൊരു വ്യക്തിയാണ്, അതായത് കൂടെ നിന്ന് സ്വന്തം കൂടപ്പിറപ്പിൻ്റെ കഴുത്തിറക്കുന്ന ഒരു സ്വഭാവം എന്നൊക്കെ പറയത്തില്ലേ, അതായത് കൂടെ നിന്ന് വഞ്ചിച്ച ഒരു എനർജിയാണ് കാണിക്കുന്നത്. നിങ്ങൾക്ക് തോന്നത്തുപോലുമില്ല, നിങ്ങൾക്കെന്നല്ല മറ്റുള്ളവർക്ക് ആർക്കും തോന്നില്ല ഈ ഒരു വ്യക്തിയാണോ ഇത് ചെയ്തതെന്ന്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് നല്ല രീതിയിൽ സംസാരിച്ച് നിൽക്കാനറിയാം, കാര്യങ്ങൾ വളച്ചൊടിക്കാനറിയാം. അപ്പോൾ ഏത് കാര്യങ്ങളും മാനിപ്പുലേറ്ററാണ് ഇവർ, സ്ട്രോങ് ആയിട്ടുള്ളൊരു മാനിപ്പുലേറ്ററാണ്. അതുപോലെ സംസാരിച്ച് തന്ത്രപരമായിട്ട് കാര്യങ്ങൾ തനിക്ക് അനുകൂലമാക്കാനുള്ള ഒരു വശവും ഈ ഒരു ലേഡിക്കുണ്ട്. ഇത് നിങ്ങൾക്ക് വന്ന ആരാണ് നിങ്ങളുടെ ജീവിതം തകർത്തത് എന്ന് കഴിഞ്ഞാൽ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ത്രീയുടെ ഒരു പങ്ക് നിങ്ങളുടെ ജീവിതം തകർക്കാനായിട്ട് കാരണമായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ അമിത ഭയം, അതാണ് 10 ഓഫ് സോഡ് കാണിക്കുന്നത്. നിങ്ങൾക്ക് ഭയങ്കര ഭയമാണ്, ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്തൊരവസ്ഥ. അതായത് നിങ്ങൾ വിചാരിക്കുന്നത് ഒരു ഡിവോഴ്സ് കൊണ്ട് നിങ്ങളുടെ എല്ലാ ജീവിതം മൊത്തം അവസാനിച്ചു, എൻ്റെ ജീവിതം പോയി, ഇനി ഞാൻ എന്ത് ജീവിക്കണം എന്നാണ് ചിന്തിക്കുന്നത്. നിങ്ങളിപ്പോഴും 20-ാം നൂറ്റാണ്ടിൽ അല്ലെങ്കിൽ 19-ാം നൂറ്റാണ്ടിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പഴയ നൂറ്റാണ്ടിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. നിങ്ങളിപ്പോഴും കുറച്ചുകൂടെ ഒരു കൺവെൻഷണൽ വേ ഓഫ് തിങ്കിങ് ഒഴിവാക്കിയിട്ട് നിങ്ങൾ യാഥാർത്ഥ്യമായിട്ട്
പൊരുത്തപ്പെട്ട് ജീവിക്കണമെന്നാണ് കാർഡുകൾ പറയുന്നത്. കാര്യം കുറച്ചും കൂടെ ഒരു വ്യക്തമായിട്ട് ഒരു വ്യക്തതയോടുകൂടി ചിന്തിക്കുക നിങ്ങൾ. കാര്യം ഒരു ഡിവോഴ്സ് കൊണ്ട് ഒരാൾ നിങ്ങളെ ഉപേക്ഷിച്ച് പോയത് കൊണ്ടാണ് നിങ്ങളുടെ ജീവിതം ഒരിക്കലും ഒരു എൻഡ് ആയിട്ടില്ല എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ. നിങ്ങൾ പലരും ഇവിടെ കാണിക്കുന്നുണ്ട്, അതായത് ഇപ്പം നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ വളരെ കാലമായിട്ട് പിരിഞ്ഞു നിൽക്കുന്ന ഒരു അവസ്ഥ കാണിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ വിചാരിക്കുന്നത് എന്താണ്, ഇനി ഞാൻ എന്തിന് ജീവിച്ചിരിക്കണം, ഞാൻ സൂയിസൈഡ് ചെയ്താലോ, അല്ലെങ്കിൽ ഞാൻ എന്തിനാണ് എൻ്റെ ജീവിതം ഇങ്ങനെ ഇതാക്കുന്നത്, ഞാൻ ആ ഒരു വ്യക്തി അത്രയധികം സ്നേഹിച്ചു, എന്തുകൊണ്ട് പിന്നെ ഇങ്ങനെയൊക്കെ സംഭവിച്ചു. ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ കർമ്മ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പം നിങ്ങൾ ചില കാര്യങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക. അതായത് ഒരു ഡിവോഴ്സോ അല്ലെങ്കിൽ ഒരു നിങ്ങളുടെ വ്യക്തി ഒഴിവാക്കുന്നത് ഒരിക്കലും ഒന്നിൻ്റെ ഒന്നും അവസാനമല്ല. തീർച്ചയായിട്ടും ഇപ്പം പലരും ഉപേക്ഷിച്ച് പോയിട്ടുണ്ടാകും. നിങ്ങളുടെ വ്യക്തി നിങ്ങളെ ഉപേക്ഷിച്ച് കംപ്ലീറ്റ്ലി മറ്റൊരു വശത്തേക്ക് പോയിട്ടുണ്ടാകും. അവരിപ്പോൾ ഫാമിലിയോടൊപ്പം പോയിട്ടുണ്ടാകും, അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിയോടൊപ്പം ആയിരിക്കും താമസിക്കുക. അപ്പം നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഇത് കാണുന്ന എൻ്റെ പ്രിയ സുഹൃത്തുക്കൾ ചിന്തിക്കേണ്ട കാര്യം, തീർച്ചയായിട്ടും ഒരാൾ ഒഴിവാക്കിയെന്ന് വെച്ച് നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ജീവിതം എൻഡ് ആവുന്നില്ല. നിങ്ങൾ ഇപ്പോൾ ചിന്തിക്കുന്നത്, ഇനിയിപ്പോൾ ആ ഒരു വ്യക്തി ഉപേക്ഷിച്ച് പോയി, ഇനി ഞാൻ എന്തിനാണ് ജീവിക്കുന്നതെന്നായിരിക്കാം നിങ്ങളിപ്പം ചിന്തിക്കുന്നത്. ആ ഒരു എനർജി ഇവിടെ മൊത്തം റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾക്ക് മുന്നിൽ ഒരു വിശാലമായൊരു ലോകമുണ്ട്. തീർച്ചയായിട്ടും ആ ഒരു കാര്യത്തിൽ നിങ്ങൾ ചിന്തിക്കേണ്ടതാണ്. നിങ്ങൾക്ക് മുന്നിൽ വിശാലമായിട്ടുള്ളൊരു ലോകമുണ്ട്. തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തി നിങ്ങളെ ഒഴിവാക്കി പോയെന്ന് വെച്ച് നിങ്ങളുടെ ജീവിതം ഒരിക്കലും ഒരു അവസാനിച്ചിട്ടില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കേണ്ടതാണ്. നിങ്ങൾ കരുത്തുറ്റ ഒരു വ്യക്തിയാണ്. അതൊരു പുരുഷനാണെങ്കിലും സ്ത്രീ ആണെങ്കിലും ആരൊക്കെ തകർക്കാൻ ശ്രമിച്ചാലും നിങ്ങൾ ഡിവൈനലി പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള വ്യക്തികളാണ്. നിങ്ങളുടെ ജീവിതം ഒരിക്കലും ഇവിടെയൊന്നും കൊണ്ട് അവസാനിച്ചിട്ടില്ല. മറ്റുള്ളവർ കുറേ കുതന്ത്രങ്ങളൊക്കെ പയറ്റുന്നുണ്ടാവും, പക്ഷേ എത്ര കുതന്ത്രങ്ങൾ പയറ്റിയാലും സത്യം ജയിക്കുമെന്ന് തന്നെയാണ് കാർഡുകൾ സൂചിപ്പിക്കുന്നത്. ഇപ്പം നിങ്ങൾക്ക് അനുകൂലമായ ഒരു സമയമല്ല എന്ന് കാർഡുകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. പക്ഷെ എന്നും ഇങ്ങനെയൊക്കെ ചതി ചെയ്യുന്ന ഒരു കൂട്ടർക്ക് മാത്രമല്ല വിജയം, നിങ്ങൾക്കും വിജയം ഉണ്ടാകുമെന്നാണ് കാർഡുകൾ മനസ്സിലാക്കി തരുന്നത്. ഇനി നമുക്ക് കുറച്ച് കാർഡുകളും കൂടെ എടുത്തു നോക്കാം. ആരാണ് ആ ഒരു വ്യക്തി എന്ന് നോക്കാം. ക്ലിയർ ആയിട്ട് ആ ഒരു വ്യക്തിയുടെ പിക്ചർ, നിങ്ങളുടെ ശത്രുവിൻ്റെ ഒരു ക്ലിയർ ആയിട്ടുള്ളൊരു പിക്ചർ, അതായത് നിങ്ങളുടെ ജീവിതം വഴിമുട്ടിച്ചത് ആരാണ് എന്ന് നമുക്ക് ക്ലിയർ ആയിട്ട് നോക്കാം. അത് ഏത് റിലേറ്റഡ് ആയിട്ടുള്ളൊരു വ്യക്തിയാണെന്ന് നോക്കാം. അതായത് ഞാൻ പറഞ്ഞു, ഇവിടെ ഒരു 7 ഓഫ് സോഡിൻ്റെ എനർജി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, നിങ്ങളുടെ ജീവിതം വഴിമുട്ടിച്ച വ്യക്തി നിങ്ങളുടെ കൂടെ നിങ്ങളെ വളരെയധികം സ്നേഹിക്കുന്ന ഒരു വ്യക്തിയായിട്ട് അഭിനയിച്ച് നിങ്ങളെ ചതിക്കുന്ന ഒരു എനർജിയാണ് കാണിക്കുന്നത്. അതിപ്പം ചില കൂടെയുള്ള ഫ്രണ്ട്സ് ആവാം, അതുപോലെ തന്നെ റിലേറ്റീവ്സ് ആകാം, നിങ്ങൾക്ക് അറിയാവുന്ന ഒരു വ്യക്തി തന്നെയാണ് ഇവർ. അത് തന്നെയാണ് കാണിക്കുന്നത്. ചില കാര്യത്തിൽ പുരുഷന്മാരുടെ ഒരു എനർജിയും വരുന്നുണ്ട്. കാര്യം ഒരാളുടെ ജീവിതം തകർത്തത് ഇപ്പോൾ സ്ത്രീകളുടെ കാര്യം മാത്രം പറഞ്ഞു. പക്ഷേ ഇവിടെ രണ്ടാമത്തെ സെറ്റ് ഓഫ് കാർഡ് എടുത്തപ്പം അവിടെ ഒരു പുരുഷനും ആവാം തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിൽ പ്രശ്നം ഉണ്ടാക്കുന്ന, മനഃപൂർവ്വം പ്രശ്നം സൃഷ്ടിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതായത് നിങ്ങളെക്കുറിച്ച് ഇല്ലാക്കഥകൾ പറഞ്ഞ് മെനയുക, അതുപോലെ തന്നെ നിങ്ങൾക്കെതിരെ ബ്ലാക്ക് മാജിക് ചെയ്യുക. അതുപോലെ ഇവിടെ മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുടുംബവും ഇതിനെതിരെ നിങ്ങൾക്കെതിരെ ബ്ലാക്ക് മാജിക് ചെയ്തതായിട്ട് കാണിക്കുന്നുണ്ട്. കുടുംബത്തിലെ ഒരു മുതിർന്ന വ്യക്തി ഇതിനായിട്ട് അവരുടെ വളരെ കാലത്തെ ഒരു ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് നിങ്ങളെ പുറത്താക്കുക എന്ന്. അതവരിപ്പോൾ സാധിച്ചു കഴിഞ്ഞതായിട്ടും കാണിക്കുന്നുണ്ട്. നിങ്ങളെ എന്നേക്കുമായിട്ട് അവരുടെ ജീവിതത്തിൽ നിന്ന്, അവരുടെ മകൻ്റെ അല്ലെങ്കിൽ മകളുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടി അവരും ചെയ്യുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഈ ഒരു വ്യക്തിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഒരു വ്യക്തി വളരെ ഒരു കാര്യത്തിനും ഭയക്കാത്ത വ്യക്തിയാണ്. അതുപോലെ തന്നെ ഏതറ്റം വരെയും പോകും, അതാണ് കാണിക്കുന്നത്. തീർച്ചയായിട്ടും എന്തും ചെയ്യാൻ മടിയില്ലാത്ത ഒരു കൂട്ടം ആളുകളെയാണ് കാണിക്കുന്നത്. അതുപോലെ ഞാൻ പറഞ്ഞു, ഇവിടെ ഒരു 9 ഓഫ് സോഡ്, നിങ്ങളുടെ പേടിയും ഇതിന് കാരണമാകുന്നുണ്ട്. നിങ്ങളുടെ പേടിയാണ് ഏറ്റവും വലിയ ശത്രു. അതായത് മറ്റ് ശത്രുക്കൾക്ക് കയറി വരാനായിട്ട് ഇടം കൊടുക്കുന്നത് എന്താണെന്നറിയാം, നിങ്ങളുടെ പേടി. അതാണ് മൂൺ കാർഡ് 9 ഓഫ് സോഡും കൂടെ ഒരുമിച്ച് വന്നത്. നിങ്ങളുടെ പേടി, നിങ്ങൾക്ക് എല്ലാ കാര്യത്തിനും പേടിയാണ്. അതായത് ഇനിയിപ്പോൾ എൻ്റെ ജീവിതം അവസാനിച്ചു, നിങ്ങൾ പേടിച്ചാണ് ഇരിക്കുന്നത്. പക്ഷേ ഇവിടെ ഒരു പേജ് ഓഫ് ഫാൻസിൻ്റെ കാർഡ് വന്നിട്ടുണ്ട്. നിങ്ങൾ എന്താണ് വേണ്ടത്, നിങ്ങൾ നിങ്ങളുടെ ലൈഫിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് മുന്നോട്ട് പോവുക. ഇപ്പം നിങ്ങൾ കരഞ്ഞിരിക്കേണ്ട ഒരു സമയമല്ല, നിങ്ങൾ ആത്മവിശ്വാസം വീണ്ടെടുക്കേണ്ട ഒരു സമയമാണ് നിങ്ങൾക്ക്. അതായത് നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഒരു വ്യക്തി
ഇപ്പോൾ ഇല്ലാതായി. ശരിയാണ്, നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു വ്യക്തിയാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഇപ്പം പോയത്. അതൊക്കെ സത്യമാണ്, ഞാനും അത് അംഗീകരിക്കുന്നു. പക്ഷേ ഇവിടെ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഇതുകൊണ്ടൊന്നും നിങ്ങളുടെ ജീവിതത്തിനൊരു ഫുൾ സ്റ്റോപ്പ് വീണിട്ടില്ല. നിങ്ങളുടെ ജീവിതത്തിന് ഇനിയും ഒരുപാട് മുന്നോട്ട് നിങ്ങൾ പോകേണ്ടിയിരിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ ഇതൊക്കെ ഒരു താൽക്കാലികമായിട്ടുള്ളൊരിതാണ്. തീർച്ചയായിട്ടും അന്നൊരു സംഭവിച്ച ഒരു കാര്യമാണെന്ന് നിങ്ങൾ ഓർക്കുക. നിങ്ങളുടെ ജീവിതം ഇനിയും കുറേ കൂടെ മുന്നോട്ട് പോവേണ്ടതായിട്ടുണ്ട്. നിങ്ങൾ വിഷമിച്ച് തളർന്നും ഒക്കെ ഇരിക്കാതെ നിങ്ങൾ ധൈര്യമായിട്ട് ആത്മവിശ്വാസം നിങ്ങളുടെ വീണ്ടെടുത്ത് മുന്നോട്ട് പോകണമെന്നാണ് കാർഡുകൾ പറയുന്നത്. അതുപോലെ ഈ ഒരു തേർഡ് പാർട്ടിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ, തേർഡ് പാർട്ടിക്ക് ഒരു മനസ്സലിവും ഉണ്ടാവുകയില്ല. തീർച്ചയായിട്ടും അവരുടെ മുന്നിൽ നിങ്ങൾ യാചിക്കാതിരിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അറിയാം ഈ ഒരു തേർഡ് പാർട്ടി ആരാണ്, നിങ്ങൾക്കെതിരെ പ്രതിസന്ധികൾ സൃഷ്ടിക്കുന്ന ആരാണ്. നിങ്ങൾ ഈ ഒരു സമയത്ത് അവർക്കെതിരെ ഒന്നും ചെയ്യാതിരിക്കുക, അവരോട് സംസാരിക്കാൻ പോകാതിരിക്കുക. കാര്യം അവർക്കിതിനെപ്പറ്റി ഒന്നും സമ്മതിച്ച് തരാത്ത വ്യക്തികളാണ്. കാര്യം ഈ ഒരു തേർഡ് പാർട്ടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ വളരെ തന്ത്രശാലികളായിട്ടുള്ളൊരു വ്യക്തികളാണ്. അതുപോലെ നിങ്ങളുടെ കൂടെ നിന്നാണ് അവർ പല കാര്യങ്ങളും നിങ്ങൾക്കിട്ട് പാര പണിയുന്നത്. അപ്പം നിങ്ങൾക്ക് പോലും മനസ്സിലാക്കത്തില്ല ഇവരാണോ എനിക്ക് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് എന്ന്. അപ്പം നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ധൈര്യമായിട്ട് മുന്നോട്ട് പോകുക. നിങ്ങൾ ഭയരഹിതമായിട്ട് മുന്നോട്ട് നീങ്ങാതെ, നിങ്ങളുടെ ഭയവും നിങ്ങളുടെ ഒരു ശത്രുവായിട്ട് വരുന്നുണ്ട്. ഇങ്ങനെയുള്ള ഒരു ബ്ലാക്ക് മാജിക് പോലെയുള്ള കാര്യങ്ങൾ എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ നിങ്ങളുടെ ലൈഫിൽ വർക്കൗട്ട് ആവണമെങ്കിൽ അവിടെ നിങ്ങൾ ഭയക്കുമ്പോഴാണ് തീർച്ചയായിട്ടും ഈ ഒരു ബ്ലാക്ക് മാജിക് ഒക്കെ നിങ്ങളെ ഏൽക്കുന്നത്. കാര്യം നമ്മളൊരു ഭയത്തിലേക്ക് പോകുമ്പം നമ്മുടെ മനസ്സിലൊരു നെഗറ്റീവ് എനർജി വരും. നെഗറ്റീവ് എനർജി വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഇങ്ങനെയുള്ള ബ്ലാക്ക് മാജിക് പോലെയുള്ള കാര്യങ്ങൾ പെട്ടെന്ന് നമ്മുടെ ശരീരത്തേക്ക് ഏൽക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഇവർ ബ്ലാക്ക് മാജിക് ചെയ്തോട്ടെ, പക്ഷേ നിങ്ങൾ ഭയങ്കര ഡിവൈൻലി പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള വ്യക്തികളാണ്. ഇത് കാണുന്ന എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? നിങ്ങളുടെ ആ ഒരു ആത്മവിശ്വാസം നിങ്ങൾ വീണ്ടെടുത്ത് ഭയരഹിതമായിട്ട് മുന്നോട്ട് പോവുക. തേർഡ് പാർട്ടി ഏതറ്റം വരെയും പോകുന്ന വ്യക്തി ആയിക്കോട്ടെ, പക്ഷേ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്, നിങ്ങൾ നിങ്ങളുടെ ആത്മവിശ്വാസം വീണ്ടെടുത്ത് മുന്നോട്ട് പോകണം എന്ന് തന്നെയാണ് കാർഡുകൾ പറയുന്നത്. അതുപോലെ തന്നെ മുൻകരുതലുകൾ എടുക്കണമെന്നും കാർഡ് പറയുന്നുണ്ട്. നിങ്ങൾ പ്രിക്കോഷൻസ് എടുക്കണം. നിങ്ങൾ കൂടെ നിന്ന് നിങ്ങളെ ചതിക്കാൻ ശ്രമിക്കുന്നവരെ നിങ്ങൾ തിരിച്ചറിയണമെന്നാണ് ഈ ഒരു സമയത്ത് പറയുന്നത്. അതായത് നിങ്ങളെ ഇങ്ങനെ സുഖിപ്പിച്ച് സംസാരിക്കുന്നവരെല്ലാവരും നിങ്ങളുടെ നല്ലത് ആഗ്രഹിക്കുന്നവരാണെന്ന് നിങ്ങൾ ഒരിക്കലും ഈ ഒരു സമയത്ത് കരുതരുത്. തീർച്ചയായിട്ടും നിങ്ങളെ സുഖിപ്പിച്ചൊക്കെ സംസാരിക്കും. എന്നിട്ട് ഇപ്പുറത്ത് നിങ്ങൾക്കെതിരെ വളരെ തന്ത്രപരമായിട്ട് പല കാര്യങ്ങളും മെനഞ്ഞ് നിങ്ങളെക്കുറിച്ച് അവിഖ്യാതി വരുത്തുക. നിങ്ങളുടെ ജീവിതത്തിൽ പ്രതിസന്ധി സൃഷ്ടിക്കുന്ന ഒരുപാട് വ്യക്തികൾ ഇവിടെയുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു എനർജിയും കാണിക്കുന്നുണ്ട് തീർച്ചയായിട്ടും. അപ്പോൾ ആരെയും കണ്ണടച്ച് വിശ്വസിക്കാതിരിക്കുക എന്നാണ് ഡിവൈൻ ഈ ഒരു സമയത്ത് പറയുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ ഇൻഡ്യൂഷൻ എന്താണോ പറയുന്നത് അത് കേട്ട് മുന്നോട്ട് പോവുക. നിങ്ങളുടെ ആന്തരിക ശബ്ദം നിങ്ങളോട്, അഥവാ ഇൻഡ്യൂഷൻ എന്താണോ പറയുന്നത് അത് കേട്ട് നിങ്ങൾ മുന്നോട്ട് പോകണമെന്നും പറയുന്നുണ്ട്. അതുപോലെ നിങ്ങളുടെ ഭയം കൊണ്ട് നിങ്ങളിപ്പോൾ രാത്രികാലങ്ങളിൽ ഉറങ്ങാൻ പോലും നിങ്ങൾക്ക് പറ്റുന്നുണ്ടാവില്ല. കാര്യം ഈ ഒരു ബ്ലാക്ക് മാജിക് ഇതൊക്കെ എന്നെ ഏശുന്നുണ്ടോ, എനിക്ക് മാനസികമായിട്ട് ഒരു ഭക്ഷണം നിങ്ങൾ കഴിക്കുന്നില്ല, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഉറക്കക്കുറവുണ്ട്, നിങ്ങൾ എല്ലാ രീതിയിലും തകർന്ന ഒരു അവസ്ഥയിലൂടെയാണ് ഇപ്പോൾ നിലവിൽ കടന്നു പോകുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഭയമൊക്കെ മാറ്റുക. ഇങ്ങനെയൊക്കെയുള്ള ഭയങ്ങളൊക്കെ വരുമ്പോഴാണ്, ഒരു അകാരണ ഭയം, അമിത ഭയം, ഉത്കണ്ഠയൊക്കെ വരുമ്പോഴാണ് തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള ബ്ലാക്ക് മാജിക് പോലെയുള്ള കാര്യങ്ങൾ നിങ്ങളിലെ പ്രതിസന്ധികൾ സൃഷ്ടിച്ച് നിങ്ങളെ ഒരു ഡിപ്രഷനിലേക്ക് കൊണ്ടുപോകുന്നത്. അപ്പം നിങ്ങളുടെ ഭയം കുറച്ച് നിങ്ങൾ മുന്നോട്ട് പോവുക. നിങ്ങൾ എങ്ങനെയാണോ ഇപ്പം നിങ്ങളൊരു ബ്രേക്കപ്പ് സിറ്റുവേഷനിലാണ്, എനിക്ക് മനസ്സിലാകുന്നുണ്ട്. നിങ്ങളിപ്പോൾ കടന്നു പോകുന്ന വളരെ പെയിൻഫുൾ സിറ്റുവേഷനിലാണ്. നിങ്ങളുടെ മാനസികാവസ്ഥ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ഇത് റീഡിങ് കാണുന്നവരുടെ. പക്ഷേ ഒരു കാര്യം നിങ്ങൾ ചിന്തിക്കുക, നിങ്ങളിങ്ങനെ എപ്പോഴും ഇങ്ങനെ മാനസികമായിട്ട് തകർന്ന്, അതല്ലെങ്കിൽ ഒരു എല്ലാ രീതിയിലും തളർന്നൊക്കെ മുന്നോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എങ്ങനെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്? നിങ്ങളിലേക്ക് നല്ലൊരു പോസിറ്റിവിറ്റിയും വരികയില്ല. നിങ്ങൾ പഴയ ചിന്തകളൊക്കെ ഒരു മാലിന്യം പോലെ നിങ്ങളുടെ മനസ്സിൽ ഇപ്പോഴും കെട്ടിക്കിടക്കുകയാണ്. ആ ഒരു ചിന്തകളെ നിങ്ങൾ കഴുകിക്കളയണം, അല്ലെങ്കിൽ വിടണം എന്നാണ് എനിക്കിവിടെ നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്. എന്നാൽ മാത്രമേ നിങ്ങളുടെ ലൈഫിലേക്ക് പുതിയ കാര്യങ്ങൾ, നല്ല കാര്യങ്ങൾ വന്നു ചേരുകയുള്ളൂ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാത്തിനെയും ഓവർകം ചെയ്യാനുള്ള കരുത്ത് നിങ്ങൾക്കുണ്ട്. പക്ഷേ നിങ്ങളിപ്പോഴൊരു പ്രതിരോധം അതിൽ സൃഷ്ടിച്ച് നിങ്ങൾ ഭയന്ന് ഇരിക്കുന്ന ഒരു അവസ്ഥയാണ്. തീർച്ചയായിട്ടും അങ്ങനെയൊക്കെ ഇരിക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ബ്ലാക്ക് മാജിക് പോലെയുള്ള കാര്യങ്ങൾ നിങ്ങളിൽ പെട്ടെന്ന് ഒരു പ്രതിസന്ധിയിലാഴ്ത്തുകയും നിങ്ങൾക്ക് വളരെയധികം പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പം അതാണ് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്. നിങ്ങൾ ഈ ഒരു സമയത്ത് നിങ്ങളുടെ ആത്മവിശ്വാസം കൈവിടാതെ നിങ്ങൾ പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകുക. മൂൺ കാർഡൊക്കെ പറയുന്നത്
നിങ്ങളിൽ എന്തൊക്കെയോ ഒരു തെറ്റിദ്ധാരണകളും നിങ്ങൾ വളരെയധികം നിങ്ങൾ ഉറക്കം പോലും നിങ്ങൾക്കില്ലാത്തൊരവസ്ഥയാണ്. ഉറങ്ങാത്ത രാത്രികളാണ് നിങ്ങൾക്കിപ്പോൾ. വളരെ കാലമായി നിങ്ങളൊന്ന് ഉറങ്ങിയിട്ട്. കാര്യം നിങ്ങളിലേക്ക് അമിത ചിന്തകളും ഭയവും ഉത്കണ്ഠയൊക്കെ വരികയാണ്. എനിക്കെന്തോ സംഭവിക്കാൻ പോകുന്നു എന്നുള്ളൊരു ചിന്തയൊക്കെയാണ് നിങ്ങൾക്ക് വരുന്നത്. പക്ഷേ നിങ്ങളതൊക്കെ മാറ്റിവെച്ചാൽ മാത്രമേ നിങ്ങളുടെ ജീവിതത്തിനൊരു പുതിയ തുടക്കം ഉണ്ടാവൂ. തീർച്ചയായിട്ടും ആത്മവിശ്വാസത്തോടു കൂടി പോകണം എന്ന് തന്നെയാണ് ഡിവൈൻ പറയുന്നത്. നിങ്ങളുടെ കൂടെ നിന്ന് നിങ്ങളെ ചതിക്കുന്ന വ്യക്തികളെ നിങ്ങൾ തിരിച്ചറിയാനായിട്ട് ശ്രമിക്കുക. നിങ്ങളുടെ കൂടെ ഒന്നിച്ച് ജോലി ചെയ്യുന്നവരാവാം, അല്ലെങ്കിൽ നിങ്ങളുടെ കൂടപ്പിറപ്പുകളാവാം, അല്ലെങ്കിൽ നിങ്ങൾ കൂടപ്പിറപ്പിനെ പോലെ കാണുന്ന വ്യക്തികളാവാം, നിങ്ങളുമായിട്ട് രക്തബന്ധമുള്ള വ്യക്തികളാവാം. ഇവരൊക്കെ നിങ്ങളെ ചില വ്യക്തികളുണ്ടാവാം നിങ്ങളുടെ നല്ലത് ആഗ്രഹിക്കുന്നവർ. പക്ഷേ ചില വ്യക്തികൾ നിങ്ങളെ നല്ലത് ആഗ്രഹിക്കുന്നവരല്ല. നിങ്ങളിൽ നിന്ന് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി നിങ്ങൾക്കെതിരെ പാറപണിയുന്ന ഒരു എനർജിയും കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ഒരു സമയത്ത് നിങ്ങളുടെ ഇൻഡ്യൂഷൻ എന്താണോ പറയുന്നത് അത് കേട്ട് മുന്നോട്ട് പോകണം. നിങ്ങൾക്കൊരു ചതി പറ്റരുത് ഇനി എന്നാണ് കാർഡുകൾ ഓർമ്മിപ്പിക്കുന്നത്. അതുപോലെ നിങ്ങളുടെ ജീവിതം ഒരു ഫുൾ സ്റ്റോപ്പ് ആയിട്ടില്ല. നിങ്ങളുടെ ജീവിതത്തിന് ഒരു ഫുൾ സ്റ്റോപ്പ് ഒന്നും വന്നിട്ടില്ല. വിശാലമായൊരു ലോകം നിങ്ങൾക്ക് മുന്നിൽ ഇനിയുമുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല ഭാവിയുണ്ട് എന്നാണ് ഡിവൈൻ പറയുന്നത്. ഒരു വ്യക്തി ഉപേക്ഷിച്ച് പോയെന്ന് കരുതി എല്ലാം അവസാനിച്ചു എന്ന് കരുതി സ്വന്തം ജീവിതം വരെ കളയാനായിട്ട് ശ്രമിക്കുന്ന പ്രിയപ്പെട്ട കൂട്ടുകാരൊക്കെ ഇതൊക്കെ കാണുന്നുണ്ടെങ്കിൽ, ഇതൊരു നിമിഷം കാണുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം കൊണ്ടുവരാനായിട്ട് ഈ ഒരു വീഡിയോയിലൂടെ എനിക്ക് സാധിക്കുന്നതിൽ ഭയങ്കര ഒരു സന്തോഷവും സമാധാനവും ഒക്കെ തോന്നും. അപ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോഴീ ഒരു സമയത്ത് നിങ്ങൾ കടന്നു പോകുന്ന ഒരു സിറ്റുവേഷൻ ഒന്നും ഒരു സ്ഥിരമല്ല. കാര്യം ഇതൊന്നും ഒരു കോൺസ്റ്റൻ്റായിട്ട് നിങ്ങളെ അലട്ടുന്ന പ്രശ്നമേ അല്ല. ഈ ഒരു സമയവും കടന്നു പോകുമെന്ന് ചിന്തിക്കുക. ഇതൊന്നും നിങ്ങളുടെ ജീവിതത്തിൽ എന്നേക്കുമായിട്ട് നിലനിൽക്കില്ല. ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനൊക്കെ ഇതൊക്കെ ഒരു താൽക്കാലികം മാത്രമാണ്. നിങ്ങൾക്ക് മുന്നിൽ വിശാലമായൊരു ലോകമുണ്ടെന്ന് വീണ്ടും നിങ്ങളോട് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ റീഡിങ് നിർത്തുകയാണ്. അതുപോലെ തന്നെ എൻ്റെ ഈ റീഡിങ് ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ വളരെ ജെന്യൂനായിട്ട് റീഡ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. എഡിറ്റിംഗ് ഇല്ലാതെ തന്നെ ചെയ്യുകയാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ മനസ്സിൽ എന്താണ് തോന്നുന്നത് അത് കാർഡ് വെച്ച് അനലൈസ് ചെയ്താണ് ഞാൻ അപ്പോഴപ്പോഴും പറയുന്നത്. നേരത്തെ ഡീറ്റെയിൽഡ് സ്ക്രിപ്റ്റ് തയ്യാറാക്കി റീഡിങ് ചെയ്യുന്നവരുണ്ടാവാം. അവരുടെ ചാനലിൽ പോയി കാണേണ്ടവർക്ക് അങ്ങനെയും കാണാം. പക്ഷെ നമ്മളെപ്പോഴും ചിന്തിക്കുന്നത് മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ സത്യസന്ധമായിട്ട് റീഡിങ് ചെയ്യുക എന്നാണ്. ചില വ്യക്തികൾ പറഞ്ഞിട്ടുണ്ട് കാർഡ് നിരത്തി വെച്ച് ചെയ്യണം. പക്ഷേ എനിക്കിങ്ങനെ ചെയ്യാനാണ് ഇഷ്ടം. എൻ്റെ ചാനൽ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാനുമാണ് താല്പര്യം. അത് കുറച്ച് പേരുണ്ട് നമ്മുടെ ചാനലിൽ വിശ്വസിച്ച് വീഡിയോസ് കാണുന്ന കുറേയധികം ആളുകളുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയാണ് ഈ ഒരു വീഡിയോസ് ഇടുന്നത്. അപ്പോൾ ഇനിയും വരുന്ന എൻ്റെ പുതിയ കൂട്ടുകാർക്ക് ഈ വീഡിയോ കൊണ്ട് ഒരുപാട് ഉപകാരപ്രദം ആവട്ടെ എൻ്റെ ഒരു റീഡിംഗ് എന്നും കൂടെ ഞാൻ മനസ്സിലാക്കുന്നു. അങ്ങനെ അപ്പോൾ നമുക്ക് മറ്റൊരു റീഡിങ്ങിലൂടെ വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി. അപ്പോൾ എൻ്റെ ചാനലൊക്കെ കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. അപ്പോൾ മറ്റൊരു റീഡിങ്ങിലൂടെ ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ എല്ലാവരും സമാധാനമായിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക. ഇപ്പം മഴയൊക്കെയാണ്, എല്ലാവരും കുറച്ചുകൂടെ ശ്രദ്ധയൊക്കെ കൊടുക്കേണ്ട ഒരു സമയമാണ്. സേഫായിട്ടിരിക്കുക എന്നും ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നു. ഇപ്പം മഴയുടെ കാര്യമൊക്കെ വരുമ്പം വളരെ ശ്രദ്ധിക്കുക. ഈ ഒരു സമയത്ത് മഴക്കാലമൊക്കെയാണ്. അപ്പം പലയിടത്തും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്നറിഞ്ഞു. എല്ലാവരും സേഫായിട്ടിരിക്കുക. അപ്പോൾ എൻ്റെ ഈ ഒരു ഹരേ കൃഷ്ണ ഫാമിലിയിലുള്ള എല്ലാവരും സേഫായിട്ടിരിക്കുന്നു എന്ന് കൂടി ഞാൻ കരുതുന്നു. അതുപോലെ തന്നെ മറ്റൊരു റീഡിങ്ങുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം. അപ്പോൾ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. നന്ദി.